പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ എന്നെ സാക്ഷിയാക്കി നിർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സർവോപരി സ്വർഗീയ പിതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ പേര് രജിത ആൻ്റണി. ഞാൻ മലയാറ്റൂരിൽ നിന്നാണ് വരുന്നത്. 2022 ആഗസ്റ്റ് 9 ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. ഇവിടെ വന്നു ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചല്ല വന്നിരുന്നത്. ഞാൻ സാക്ഷ്യങ്ങളിലൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. എന്തായാലും വന്നു. ഞാൻ യാദൃച്ഛികമായി ഇവിടെ ക്യൂവിൽ വന്ന് നിന്നു, ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ എഴുതാനുണ്ടായിരുന്നു. എനിക്ക് 6 അല്ല 60 നിയോഗങ്ങൾ തന്നെ എഴുതാനുണ്ടായിരുന്നുവെങ്കിലും ഞാൻ 5 എണ്ണം എഴുതി. 6-മത്തേത് നമ്മളെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് ഞാൻ വിചാരിച്ച ഒരു കാര്യം. കാരണം ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. ഇനി ജീവിക്കണോ മരിക്കണോ, മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ആകെ നിരാശയിലിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ 6-മത്തെ നിയോഗം എന്ന് വെച്ചാൽ കുടുംബസമാധാനം. കുടുംബസമാധാനം എന്ന് പറയുമ്പോൾ കേസുകളില്ലാത്ത ഒരു വർഷമെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം 2013 മെയ് മാസമാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. എല്ലാ കുടുംബങ്ങളിലുള്ള പോലെ കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയെങ്കിലും 2014 ജനുവരിയിൽ ഞങ്ങളുടെ പേരിൽ ആദ്യത്തെ കേസുകളുണ്ടായിരുന്നു. ആ കേസ് ഒത്തുതീർപ്പായപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകൾ വന്നു. ആ കടബാധ്യത തീർക്കാൻ മാസം ഒരു എമൗണ്ട് തന്നെ ഞങ്ങൾക്ക് ലോൺ അടയ്ക്കേണ്ടതായി വന്നു. നാട്ടിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭർത്താവ് ഒരു കാർപ്പൻ്ററാണ്. അദ്ദേഹം ദുബായിലേക്ക് പോയി. അവിടെ പോയി 2014 പോയി 2015 ലീവിന് തിരിച്ചു വന്നു. പിന്നെ ഞാൻ മൂത്ത കുട്ടിയെ പ്രഗ്നൻ്റായി. ആദ്യത്തെ കേസ് ഒത്തുതീർപ്പായി. കുടുംബ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ എല്ലാം അതാത് വർഷങ്ങൾ പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ 2-മത്തെ കേസ് 2015 അത് RDO കോടതിയിൽ കൊടുത്ത കേസായതുകൊണ്ട് തന്നെ അത് വിളിക്കാനും കാണാനൊക്കെ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ നേരിട്ട് വന്ന് ഹാജരാവണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചേട്ടൻ ദുബായിൽ നിന്ന് തിരിച്ചു വരേണ്ടതായി വന്നു. ചേട്ടൻ വന്നു. പിന്നെ തിരിച്ചു പോകാൻ പറ്റിയില്ല. എൻ്റെ ഡെലിവറി ആയി. 2016 അടുത്ത ഒരു സ്റ്റേഷനിൽ ഒരു കേസും കൂടെ ഉണ്ടായി. അങ്ങനെ കണ്ടിന്യൂ 2014 ജനുവരി മുതൽ 2022 ആഗസ്റ്റിൽ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് വരെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായിരുന്നു. 8ഓളം കേസ് ഞങ്ങളുടെ പേരിലുണ്ടായിരുന്നു. അതിൽ 7 കേസും കുടുംബ പ്രശ്നം ആയതുകൊണ്ട് തന്നെ തീർന്നു പോയിരുന്നു. ഒരു കേസ് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. 9 വർഷത്തിനിടയ്ക്ക് 8 കേസെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ജീവിക്കാനൊരു സമയം കിട്ടിയിട്ടില്ല. സമാധാനം എന്തെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഓരോ ദിവസം കണ്ണ് തുറക്കുമ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പോഴും ദൈവമേ ഇന്ന് സ്റ്റേഷനിലേക്കാണോ കോടതിയിലേക്കാണോ പോകേണ്ടതെന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം വാദ്യം പ്രതിയും എല്ലാം ഒരേ ഏരിയയിൽ തന്നെ ആയതുകൊണ്ടും ഞങ്ങൾക്ക് ചേട്ടന് ഒരു സഹോദരിയും എൻ്റെ ഭർത്താവും 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മോനായതുകൊണ്ട് തന്നെ ഒരു പരിമിതി ഉണ്ടായിരുന്നു എല്ലാത്തിനും. ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ കട്ടിലിനടിയിൽ കയറ് സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു എൻ്റെ ഭർത്താവ്. പക്ഷെ എൻ്റെ എല്ലാ കുറവുകളും പരിഹരിച്ച് എന്നെ സഹകരിച്ച് എന്നെ സ്നേഹിച്ച് ഒരു കുടുംബം വേണമെന്ന് ആഗ്രഹിച്ച് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് വന്ന ആളാണ്. ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും മാനസികമായും എല്ലാം സപ്പോർട്ട് ചെയ്തിരുന്ന ഞങ്ങളുടെ വികാരി അച്ഛന്മാരും അതുവരെ വന്നുപോയ എല്ലാ അച്ഛന്മാരും സിസ്റ്റേഴ്സും കോൺവെൻറ്റിലെ മദർ ഉൾപ്പെടെ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ മാതാവിനെ സ്നേഹിച്ച് എന്ത് വന്നാലും ഓടി മാതാവിൻ്റെ മുമ്പിൽ തിരിയെത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാം സഹനം ചെറുപ്പം മുതലേ ഞങ്ങളുടെ കൂടപ്പിറപ്പായതുകൊണ്ട് തന്നെ ഇതെല്ലാം തരണം ചെയ്യാൻ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടി. എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തന്നെ എല്ലാത്തിനോടും പോരാടി 2022 ആഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ 2022 ജൂണിൽ അവസാനത്തെ കേസും കൂടെ കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ കേസ് ഒഴിഞ്ഞൊരു ജീവിതം ഞങ്ങൾക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വർഷം ഒരു 3 മാസമെങ്കിലും ഞങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുമായിരുന്നു കേസില്ലാത്തത്. പിന്നെ വീണ്ടും തുടങ്ങും. അതായത് നമുക്ക് ജീവിക്കണോ മരിക്കണോ, നമുക്ക് എല്ലാത്തിനും ഒരു പരിധികളുണ്ടായിരുന്നു ഒന്നും ചെയ്യാനും. പക്ഷേ ചേട്ടൻ്റെ ഒരു ക്യാരക്ടറും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ടും നമുക്കെല്ലാത്തിനും എല്ലാവരും സപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങളെന്നാലും പ്രാർത്ഥന കൈവിടില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ പുതുക്കലിന് മുമ്പ് തന്നെ കേസ് കൊടുത്ത ആൾ തന്നെ ഞങ്ങൾക്ക് നോട്ടീസ് വന്നു, കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നു. കേസ് കൊടുത്ത ആൾ തന്നെ കേസില്ല, എനിക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുത്തു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ അത്ഭുതം.
കാരണം എൻ്റെ ഒരു ആഗ്രഹമല്ല, അത് ഞങ്ങളുടെ ജീവിതം തന്നെയാണ് മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. അത് എത്രത്തോളം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ അനുഭവിച്ച് ഞാൻ എൻ്റെ ഈ ഇളയ കുട്ടിയെ ഗർഭിണിയായിരുന്ന അവസ്ഥയിൽ പോലും കേസുണ്ടായിരുന്നു. ഞാൻ ചിന്തിച്ചു, മാതാവേ, ഞാൻ ഈ അവസ്ഥയിലിരിക്കുമ്പോൾ പോലും ഞങ്ങളെ വെറുതെ വിടുന്നില്ലല്ലോ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നാലും എന്നെ കൂടെ നിർത്തി, ഞാൻ തളർന്നു പോയാലും നമുക്ക് ജീവിക്കണം എന്ന് വാശി പിടിച്ച് എനിക്കൊരു കുടുംബം വേണം, എനിക്കൊരു കുടുംബവും മക്കളും വേണമെന്ന് ആഗ്രഹിച്ച് എല്ലാത്തിലും കൂടെ നിന്ന ആളാണ് എൻ്റെ ഭർത്താവ്. ഇത്രയും പ്രശ്നങ്ങളുണ്ടായാലും ഒരു വാക്കുകൊണ്ട് പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് എല്ലാവരും പറയുമായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തന്നെ ഒരു കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ തീർന്നൊരു സമയമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല കേസില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന്. 2022 മുതൽ 2025 ഈ ജൂൺ മാസം വന്ന് നിൽക്കുമ്പോൾ വരെ ഞങ്ങൾക്ക് 2023, 24, 25 ഈ വർഷങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കേസുകളൊന്നും ഇല്ലാത്തത്. ഇതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം. പിന്നീട് മരണത്തെ മുഖാമുഖം കണ്ട പല സമയങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ ഈ കുട്ടി ചെറുതായിരുന്നപ്പോൾ വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാനും കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുക്കർ അടിച്ചു. ഇവൾക്ക് കുക്കറിൻ്റെ സ്വരം കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. ഞാൻ വേഗം ചെന്ന് കുക്കർ ഓഫ് ചെയ്തു. ആ സമയത്ത് എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തു. റേഞ്ചില്ലാത്തതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഞാൻ വന്നപ്പോൾ കുട്ടി എൻ്റെ കൂടെ വന്നു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഉറക്കം വരണം മമ്മി എന്ന് പറഞ്ഞു. ഞാൻ മടിയിലിരുന്നു. അവൾ ഉറങ്ങിപ്പോയി. ഞാൻ അവളെ കിടത്താൻ വേണ്ടി മുറിയിലേക്ക് പോയി. അവിടെ ചെന്ന് വീടിൻ്റെ മൂത്ത കുട്ടി പള്ളിയിൽ പോയി തിരിച്ചു വരാൻ, വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുന്ന സമയത്ത് ആരും കാണാതാകുമ്പോൾ അവൾ വിഷമിക്കുമല്ലോ എന്നോർത്ത് ഞാൻ വീടിൻ്റെ ഫ്രണ്ട് വശത്തെ വാതിൽ ചാരിയിട്ടിട്ടുണ്ടായുള്ളൂ. ബെഡ്റൂം ഞാൻ കുറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞാൻ 2 തിരിയും കത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ എടുത്ത് കൈ പിടിച്ചപ്പോൾ ഉറങ്ങി കിടന്ന കുട്ടി പെട്ടെന്ന് ചാടി എണീറ്റിട്ട് എന്നോട് പറഞ്ഞു, മമ്മി കൂടെ കിടക്കുക, എനിക്ക് ഉറക്കം വരണമെന്ന് പറഞ്ഞു. സാധാരണ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഒന്ന് മുളക്കോ കരച്ചിലോ ഉണ്ടാവാറുള്ളൂ. പക്ഷെ അവൾ കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, മമ്മി കൂടെ കിടക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ കിടന്ന് എങ്ങനെയോ ഉറങ്ങിപ്പോയി. ആ സമയത്ത് പെട്ടെന്ന് എത്ര നേരം കിടന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയപ്പോൾ മൂത്ത കുട്ടി വന്ന് വാതിലുമ്മ തട്ടി. വാതിൽ ഞാൻ തുറന്നതും എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഗ്യാസിൻ്റെ സ്മെല്ല് വന്നു. സാധാരണ എൻ്റെ മൂത്തവക്കയുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പട്ടാപകലായാലും ഉച്ച സമയമായാലും ബെഡ്റൂമിലൊക്കെ ലൈറ്റ് വേണം. അവളെന്ന് എന്തുകൊണ്ടോ ലൈറ്റ് ഇട്ടില്ല. നേരെ മുറിയുടെ വാതിൽ വന്ന് മുട്ടിയിട്ട് എന്നോട് പറഞ്ഞു, മമ്മി എന്തോ സ്മെല്ല് വരണുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് അടുക്കളയിൽ നോക്കുമ്പോൾ ഗ്യാസ് തുറന്ന് കിടക്കായിരുന്നു. എത്ര നേരം എന്നറിയില്ല. മുറി കുറ്റിയിട്ടതുകൊണ്ട് എനിക്കതത്ര മനസ്സിലായില്ല. ഞാൻ ലൈറ്റർ കത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ അൾത്താരയിൽ നിൽക്കാൻ ഞാനും എൻ്റെ കുട്ടികളുണ്ടാവില്ലായിരുന്നു. അത് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരികെ കത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എണീറ്റപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തോ ഒരു തടസ്സമാണല്ലോ, എന്താ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്നത് ഞാൻ ചോദിച്ചെങ്കിലും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് വലിയൊരു ആപത്തിൽ നിന്നാണ് മാതാവ് എന്നെ രക്ഷിച്ചതെന്ന്. അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നീട് എൻ്റെ മൂത്ത കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു. സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർമാർ വിളിക്കും, അവൾക്ക് തലവേദന തുടങ്ങിയിട്ടുണ്ട്, വന്ന് കൊണ്ടുപോക്കളാൻ പറയും. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നുകൾ കഴിച്ചെങ്കിലും മാറുന്നുണ്ടായില്ല. ആ സമയത്ത് പല രോഗങ്ങൾ നാട്ടിലുള്ള സമയമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എന്നും തൈലം തേച്ച്, അവൾക്ക് നെറ്റിയിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞെങ്കിലും സ്കാൻ ചെയ്യേണ്ടി വന്നില്ല. കഴിഞ്ഞ വർഷമായിരുന്നു അവൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. തലവേദനയൊക്കെ മാറി. അതുകൂടാതെ എനിക്ക് എൻ്റെ ഈ കൈയുടെ വിരലിൽ നല്ല നഖത്തിനോട് ചേർന്ന് ഒരു കളർ വ്യത്യാസം കണ്ടു. അപ്പോൾ അത് മൊത്തം പസ്സായിരുന്നു. അത് കീറിക്കളഞ്ഞു ഞങ്ങൾ. അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വേദന തുടങ്ങി. ആ നഖം വളരെ മോശമായി എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് ഭയങ്കര വേദന. എനിക്കൊരു ജോലി എടുക്കാൻ പറ്റണില്ല. വല്ലാത്ത വേദന. അലക്കൊക്കെ കഴിഞ്ഞ് കയറി കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുമായിരുന്നു. എനിക്ക് കൊച്ചിനൊന്ന് ഭക്ഷണം വാരി കൊടുക്കുവാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിലെ പണികളൊക്കെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴേക്കും കയ്യിൽ നിന്ന് ചോര വരുമായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഒത്തിരി ഡോക്ടർമാരെ കാണിച്ചു, അതൊന്നും മാറുന്നുണ്ടായില്ല. അവസാനം ഞാൻ മടുത്തു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാനൊരു മരുന്നും കഴിക്കുന്നില്ല, അമ്മ തന്നെ എനിക്ക് സുഖപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ വിരലിൽ തൂക്കുമായിരുന്നു. കാരണം വളരെ വൃത്തികേടായിരുന്നു എൻ്റെ നഖം. എനിക്ക് പള്ളി ചെന്ന് കൈകൂപ്പി നിൽക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതുപോലെ ആയിരുന്നു. ഞാൻ വേദന വന്ന് കൈ ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ ആ നഖത്തിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ബ്ലഡും പസ്സും കൂടെ ഒരുമിച്ച് വരുമായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഞാൻ ആ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. എനിക്കത് പൂർണ്ണമായും മാറിക്കിട്ടി. ഇന്ന് 1.5 വർഷത്തോളമായി എനിക്ക് ആ പ്രശ്നങ്ങളില്ല. അതുകൂടാതെ എനിക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അതും ഒത്തിരി മരുന്ന് കഴിച്ചു, മാറുന്നുണ്ടായില്ല. ഞാൻ മടുത്തു. ആ മരുന്ന് കഴിച്ച് എനിക്ക് വല്ലാത്ത ക്ഷീണമായിരുന്നു. ഞാൻ മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു,
ഇനി അമ്മ തന്നെ ഇത് മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിൽ മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ കുളിക്കുമായിരുന്നു. ഏകദേശം ഒരാഴ്ചയോളം കുളിച്ചുള്ളൂ. കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസിൻ്റെ സമയത്തായിരുന്നു. ഇന്നിപ്പോൾ 7 മാസമായി എനിക്ക് പ്രശ്നങ്ങളില്ല. എൻ്റെ അലർജി പൂർണ്ണമായും മാറിക്കിട്ടി. അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾ, എന്നെക്കാളേറെ വിശ്വാസമാണ് എൻ്റെ കുട്ടികൾക്ക്. പറയാൻ കാരണം, മൂത്തവൾ ജനിച്ച സമയത്ത്, അവൾക്കിപ്പോൾ 9 വയസ്സായി. മൂത്തവൾ ജനിച്ച സമയത്ത് അവളുടെ കണ്ണിൻ്റെ സൈഡിലും നെറ്റിയിലും ഈ 2 കുരുക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് തന്നെത്താനെ മാറിപ്പോക്കോളൂ, 2-3 മാസം ആകുമ്പോഴേക്കും തന്നെത്താനെ മാറിപ്പോക്കോളൂ എന്ന് പറഞ്ഞു. അത് ഒരെണ്ണം പോയി, കണ്ണിനടുത്തുള്ളത് മാറി, പക്ഷേ നെറ്റിയിൽ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ മുടി ചീ കെട്ടി കൊടുത്തപ്പോൾ നെറ്റിയിൽ അത് കണ്ടു. അതിൻ്റെ അടുത്ത് 2 എണ്ണം കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. കണ്ട ഒറ്റ നോട്ടത്തിൽ അരിമ്പാറയാന്ന് തോന്നും. അവൾക്ക് ഭയങ്കര വിഷമമായി. അയ്യോ ഇതെന്ത് പറ്റിയെന്ന് അറിയില്ല, മുഖത്ത് തന്നെയാണല്ലോ, ഇത് വളർന്നുകൊണ്ടിരിക്കണം. എന്നിട്ട് അവൾ തന്നെ വൈകുന്നേരത്തെ സായാഹ്ന പ്രാർത്ഥന വന്നപ്പോൾ കുട്ടി തന്നെ മാതാവിൻ്റെ തൈലെടുത്ത് ആ നെറ്റിയിൽ തൂത്തു. എന്നോടൊന്നും ചോദിച്ചില്ല, അവൾ തന്നെ സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ അവൾ ചെയ്യും. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പാട് പോലും ഇല്ലാതെ അത് മാറിപ്പോയി. അങ്ങനെ എന്നെക്കാളേറെ വിശ്വാസം എൻ്റെ കുടുംബത്തെക്കാളുള്ള വിശ്വാസം എൻ്റെ മക്കൾക്കാണ്. അതുപോലെ തന്നെ ഒത്തിരി എനിക്ക് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. മാതാവ്, ഞാൻ 5:30 ഒരു ദിവസം ഞാൻ ഉടമ്പടിയെടുത്ത് പോയതിന് ശേഷം ആദ്യത്തെ പുതുക്കലിൻ്റെ സമയത്ത് ഞാൻ 5:30 എഴുന്നേക്കാൻ, ഞാൻ ഉറക്കത്തിൽ എങ്ങനെയോ എഴുന്നേക്കാൻ മറന്നുപോയി. പെട്ടെന്ന് എന്നെ വിളിച്ചു, പേരെടുത്ത് വിളിച്ചു, രചന എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ വിളി കേട്ട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഭർത്താവും കുട്ടികളും മുറിയിൽ നല്ല ഉറക്കമാണ്. അവരൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് ഉറപ്പാണ്. ഞാൻ സമയം നോക്കിയപ്പോൾ കറക്റ്റ് 5:30 ആയിരുന്നു. എൻ്റെ മാതാവ് എന്നെ വിളിച്ചുണർത്തിയതാണ്. അതുപോലെ തന്നെ ഇത് എന്നെ തട്ടി വിളിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഹസ്ബൻഡായിരിക്കുന്നു. പ്രേയറിൻ്റെ സമയമായിട്ട് ഞാൻ എഴുന്നേക്കാത്തതുകൊണ്ട് ഹസ്ബൻഡാണ് വിളിച്ച് എഴുന്നേറ്റെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതുമല്ല, അതെൻ്റെ മാതാവ് തന്നെയാണ്. അതുപോലെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ വിശ്വാസമുള്ള ഒരാളാണ്. പ്രാർത്ഥിക്കും. ഈശോയേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് മാതാവിനോടാണ്. എനിക്ക് ഇതിന് മുമ്പ് കുടുംബ പ്രശ്നങ്ങൾ വല്ലാതിരുന്ന സമയത്ത് എനിക്കത് ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എനിക്കത് എൻ്റെ ബ്രെയിൻ്റെ MRI വരെ എടുക്കേണ്ട ഒരവസ്ഥ വന്നിരുന്നു. കാരണം മാനസിക പ്രശ്നങ്ങളെക്കാളേറെ ശാരീരികമായും അതെന്നെ ബാധിച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് തന്നെ തോന്നി, എറണാകുളം ലിസി ഹോസ്പിറ്റലിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നത്. അറിയാവുന്ന എല്ലാ ടെസ്റ്റുകളും ഡോക്ടർമാർ ചെയ്ത് നോക്കി, അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവസാനം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു, ഇനി ഞങ്ങൾക്ക് അറിയില്ല കുട്ടിക്ക് എന്താ പ്രശ്നം എന്നറിയില്ല. കാരണം എൻ്റെ ശരീരം മുഴുവനും മരവിപ്പായിരുന്നു. എനിക്ക് കാലിൽ നിലത്ത് കുത്തിയാൽ ഞാൻ അറിയില്ല. ബെഡിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ ഞാൻ താഴെ വീണ് പോകുമായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയിൽ അന്ന് എൻ്റെ ഹസ്ബൻഡ് ദുബായിക്ക് തിരിച്ചു പോയിരുന്ന സമയമാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായും തളർന്ന സമയം. ജീവിക്കണമെന്നൊരാഗ്രഹം പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു. അന്ന് ഡോക്ടർ എൻ്റെ അമ്മച്ചിയെ മാറ്റി നിർത്തി ചോദിച്ചു, എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, വേറെ ഒന്നുമല്ല, മനസ്സിനേറ്റവും മുറിവ് തന്നെയാണ്. ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ധ്യാനം കൂടണമെന്ന് തോന്നി. ഞാൻ ധ്യാനത്തിന് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അന്നാണ് നമ്മുടെ കുർബാന തുടക്കം മുതൽ അവസാനം വരെ എന്താണ് അവിടെ നടക്കുന്നത് സത്യം എനിക്ക് ബോധ്യപ്പെട്ടത്. അന്ന് അവിടെ വെച്ചൊരു അനുഭവം എനിക്കുണ്ടായി. അന്ന് അവിടുത്തെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ആഗ്രഹം വേണമെങ്കിലും കർത്താവിനോട് പറയാം, നിങ്ങൾക്ക് ഉള്ളു തുറന്ന് സ്വരത്തിൽ തന്നെ പ്രാർത്ഥിച്ചോളൂ. വീട്ടിലൊരു പക്ഷേ ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും ഉച്ചത്തിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ കണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, കാണുക അല്ലാതെ അനുഭവിക്കുകയായിരുന്നു. ഒത്തിരി ആളുകൾ ഇങ്ങനെ ആരോ നടന്നു വരുന്നുണ്ട്. ആളെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് പുറകെ കൂടെ നടക്കുന്നുണ്ട്, വിളിച്ച്. ഞാൻ നോക്കിയപ്പോൾ ഈശോയെ കർത്താവേ എന്ന് വിളിച്ചിട്ടാണ് എല്ലാവരും കരയുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഈശോ ആണ് പോകുന്നത്. എനിക്ക് ബാക്ക് വശം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ കരഞ്ഞു. ഞാനും വിളിച്ചിട്ട് കർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ല, അങ്ങ് നടന്നുപോയി. ഒത്തിരി ദൂരം നടന്നുപോയി അങ്ങേയറ്റം ചെന്നു. ഈശോൻ്റെ തല മാത്രം കാണാവുന്ന അറ്റത്തേക്ക് ചെന്നു. എനിക്ക് തോന്നി ഇനി എനിക്ക് ഈശോനെ കാണാൻ പറ്റില്ല. ഞാൻ ഈശോയെന്ന് ഒറ്റ വിളി ഞാൻ വിളിച്ചോളൂ. ആ വിളിയിൽ ഈശോ തിരിഞ്ഞു നോക്കി. അവിടെ നിന്നു. ഞാൻ ഓടിച്ചെന്നു കഴിഞ്ഞപ്പോൾ ഈശോ തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് നോക്കിയപ്പോൾ ഈശോൻ്റെ കണ്ണീരൊഴുകുന്ന ഞാൻ കണ്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഈശോനോട് പറഞ്ഞു, ഇതിനു മുമ്പ് നിന്നെ ഞാൻ വിളിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു, അന്ന് നീ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇനി നീ എന്നെ വിട്ടു പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോയെ പിരിയില്ല എന്ന് പറഞ്ഞു. അന്ന് ഈശോ എന്നെ കെട്ടിപ്പിടിച്ചു. അത് ശരിക്കും ഞാൻ അനുഭവിച്ചു. ഒരാൾ നമ്മളെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ച ആളുടെ അനുഭവം എനിക്ക് ശരിക്കും കിട്ടി. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, കുടുംബജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് മനസ്സിലായി. അന്ന് മുതലാണ് ഇത്രയും സാധനങ്ങളുണ്ടായിട്ട് ഞങ്ങൾ പിടിച്ചു നിന്നത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. അതുപോലെ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഒത്തിരി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക്.
ഒരു ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ ഇപ്പോൾ വാതിലടച്ച് 2 തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ആരെന്നോട് നിയോഗം പറഞ്ഞാലും ഞാനത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലുമ്പോൾ അവരുടെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചതിൽ 1 or 2 നിയോഗം, അത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരു പക്ഷേ അത് നടന്നു കഴിഞ്ഞാൽ ദൈവത്തിനായിരിക്കില്ല അതിൻ്റെ മഹത്വം വരുന്നത്, അതുകൊണ്ടായിരിക്കണം. അതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി, അവൾക്ക് മൈഗ്രെയിൻ്റെ തലവേദനയായിരുന്നു. അവൾക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടായില്ല, ഇല്ലാതെ തന്നെ അല്ല, അവൾ ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്ന് കഴിച്ചതിനൊരു കുറവുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൾ ദുബായിൽ ജോലി ചെയ്യുകയാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് വെച്ചാൽ, ഞാൻ പൊതിച്ചോറുണ്ടാക്കി ഞാനും ഹസ്ബൻഡും കൂടെ വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പക്ഷേ വൈകുന്നേരം സമയമായതുകൊണ്ട് ആരും കാണാറുണ്ടായില്ല. അപ്പം ഞാനത് ആഴ്ചയിൽ ഒരിക്കൽ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുപോയി പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം ഞാൻ എൻ്റെ കുട്ടികളെയും കൂട്ടിയാണ് കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. വീടുകളിൽ കയറി ഇറങ്ങി കൊടുക്കും. കാരുണ്യ പ്രവർത്തികൾ എൻ്റെ നേരെ കൈ നീട്ടുന്നവർ ആരായാലും എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഓൾഡ് ഏജ് ഹോമുകളിൽ പോയി അവരെ കുളിപ്പിക്കാനും അവരെ ഡ്രസ്സ് ചെയ്യുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഭക്ഷണം വിളമ്പാനും കഴുകാനും എല്ലാത്തിനും ഞാൻ പോയി സഹായിക്കുന്നുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കാൻ ആത്മീയമായി പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന, ഞാൻ മുമ്പ് സൺഡേയും ഫ്രൈഡേയും മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് ഒരു ദിവസം എത്ര കുർബാന കണ്ടാലും നമുക്കത് മതിയാവാറില്ല. അതുപോലൊരു അനുഭവത്തിലേക്ക് വന്നു. വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് അന്നൊരു പാട്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ഒരു പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ കണ്ണടച്ചെന്ന് പാടി. ഞാൻ ഈ ഭൂമിയിലേ അല്ലാന്ന് എനിക്ക് തോന്നിപ്പോയി. വിശ്വാസ പ്രമാണ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ഇങ്ങനെ ഒഴുകി താഴോട്ട്, എൻ്റെ ഡ്രസ്സ് വഴി താഴോട്ട് പോയി നനഞ്ഞു. അങ്ങനെ എനിക്കത് അനുഭവമാക്കി തീർക്കാൻ പറ്റി എൻ്റെ വിശുദ്ധ കുർബാന. അതുപോലെ പ്രാർത്ഥിക്കാൻ എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. പുറത്തെവിടെയെങ്കിലും പോയി വന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമുക്ക് സമയം കിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ പേഴ്സണലായിട്ട് കൊന്ത ചൊല്ലാറുണ്ട്. അതുപോലെ ഞാൻ ദൈവത്തോട് എത്രത്തോളം അമ്മയോട് ഞാൻ അടുത്ത് നിൽക്കുന്നു അത്രത്തോളം അമ്മ എനിക്ക് അടയാളം കാണിച്ചു തരാറുണ്ട്. വരാൻ പോകുന്ന സംഭവങ്ങൾ ചിലതൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാനത് എൻ്റെ കുട്ടിക്ക് കാറ്റിസം പഠിപ്പിക്കുന്ന ടീച്ചറോട് പറയാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, മാതാവ് ഈശോ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, പ്രാർത്ഥന കൈവിടരുതെന്ന്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേസില്ലാത്ത ഒരു ജീവിതം. അതെൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഇനിയും മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ ഞാൻ മാതാവിന് വെച്ചിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയാകുമ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ ഇനിയും വരുന്നതായിരിക്കും. ഇത് എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അമ്മയോടും ഈശോയോടും ഞാൻ കോടാനുകൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു.